ഒരു പ്രവൃത്തി ഞാനും നിങ്ങളും നിത്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നേട്ടം നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. അത് അല്ലാഹ് ചെയ്യുന്ന റഹ്മത്താണ്, നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ ഒന്നുകൂടി ചിന്തിക്കുക. അതെന്താ? വല്ല കാരണത്താലും ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് രോഗം കാരണത്താലോ മറ്റേതെങ്കിലും ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ കാരണത്താലോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെയ്തതുപോലെയുള്ള കൂലി അല്ലാഹ് നമുക്ക് തരും. അതൊരു വലിയ നിഅമത്തല്ലേ? ആ ഓഫർ ആർക്കാ തരാൻ പറ്റുക? ഇദാ മരിളൽ അബ്ദു വ സാഫറ കുതിബ ലഹു മിസ്ല മാ കാന യഅമലു മുഖീമൻ സഹീഹാ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരടിമ രോഗിയായാൽ അല്ലെങ്കിൽ യാത്രയിലായാൽ അവൻ ആരോഗ്യമുള്ളപ്പോഴും നാട്ടിലായിരിക്കെയും ചെയ്യുന്ന പ്രവൃത്തിക്ക് തുല്യമായ പ്രതിഫലം അവന് രേഖപ്പെടുത്തപ്പെടും. ആലോചിച്ചു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കൊക്കെ ഒരു നിത്യത നമുക്കുണ്ടായിരുന്നുവെങ്കിൽ, ഉദാഹരണം, ഒരാൾ 5 നേരം പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ അയാൾക്കിപ്പോൾ അസുഖം കാരണത്താൽ പോകാൻ കഴിയുന്നില്ല. സ്ഥിരം പള്ളിയിൽ പോയിരുന്ന, സ്ഥിരം ജമാഅത്ത് മുടക്കാതിരുന്ന, ആ ശീലം ജീവിതത്തിൽ പതിവാക്കിയിരുന്ന ആളുകളൊക്കെ രക്ഷപ്പെടും. എന്താ കാരണം? അവരെ വീട്ടിൽ നിന്ന് അവർ പ്രവർത്തിച്ചാൽ തന്നെ ആ പള്ളിയിൽ പോയി നിർവഹിച്ചിരുന്നതിൻ്റെ പ്രതിഫലം ഒട്ടും കുറയാതെ അല്ലാഹ് ഈ സമയത്തും കൊടുക്കും. ഇതിനേക്കാൾ ഒരു വലിയ റഹ്മത്ത്, ഒരു ഫള് എന്താണ് സഹോദരങ്ങളെ?